കരച്ചിലും തുടങ്ങിയപ്പോൾ മീനാക്ഷി തൻ്റെ ഹൃദയം കൃഷ്ണക്ക് മുന്നിൽ തുറന്നു കാട്ടി. ഓർമ്മ വെച്ച നാൾ മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഹരിയേട്ടനെ, വെറും നോട്ടം കൊണ്ടുപോലും പ്രണയിച്ച ഹരിയേട്ടനെ, മനസ്സിൽ തോന്നിയ മോഹത്തെ ഒന്ന് തുറന്നു പറയാൻ കഴിയാതെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ താലോലിച്ച കൗമാരവും യൗവനവും മനസ്സിൽ ആഗ്രഹിച്ച ആൾക്കു വേണ്ടി നേർച്ച കാഴ്ചകൾ നടത്തി തൻ്റെ നല്ല പാതയാകുവാൻ ഹരിയെ കാത്തിരുന്ന മീനാക്ഷി, താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മീനു ചേച്ചിയെ കൃഷ്ണ അറിയുകയായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഹരിയേട്ടൻ ഇത്രയും നാൾ അറിയാതെ പോയി? താൻ കാരണമാകുമോ? തന്നോട് ഹരിയേട്ടൻ കാട്ടിയ അടുപ്പം കാരണമാകുമോ അത്? കൃഷ്ണ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു. മീനുവിൻ്റെ മുന്നിൽ തനിക്ക് ഹരിയേട്ടനോട് തോന്നിയ സ്നേഹത്തിൻ്റെ മൂല്യം കുറയുന്നതായി അവൾക്ക് തോന്നി. താൻ വെറുതെ കഥ അറിയാതെ ആട്ടം കണ്ടവൾ അവൾ സ്വയമേ ചിരിച്ചു. ഹരിയേട്ടനെ ഒരിക്കൽ പോലും എൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, മീനാക്ഷി പറഞ്ഞു. ആര് പറഞ്ഞു? ഹരിയേട്ടൻ അറിയാം. അതുകൊണ്ടല്ലേ ഇപ്പോൾ കല്യാണം ആലോചിച്ചു വന്നത്? മീനാക്ഷി കണ്ണുകൾ വിടർത്തി കൃഷ്ണയെ നോക്കി. അവൾ ഹരി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മീനാക്ഷിയെ അറിയിച്ചു. തന്നോട് ഹരിക്ക് തോന്നിയ ഇഷ്ടമൊഴികെ എല്ലാം അറിഞ്ഞതിനു ശേഷം മീനാക്ഷിയുടെ മുഖത്ത് പ്രതീക്ഷ തെളിയുന്നുണ്ടായിരുന്നു. ഹരിയേട്ടന് ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ? അതെ, കുറച്ച് നാളുകളെ ആയുള്ളൂ. ഹരിയേട്ടൻ ഇക്കാര്യം അറിഞ്ഞിട്ട്. അന്നു മുതൽ ഹരിയേട്ടനും ചേച്ചിയെ ഇഷ്ടമാണ്. മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനെന്നറിയാതെ കൃഷ്ണയുടെയും. പക്ഷെ അച്ഛൻ ശ്രാവണിൻ്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തതല്ലേ? അവൾ ചോദിച്ചു. നീയൊന്ന് സംസാരിക്കൂ കൃഷ്ണേ, അച്ഛനോട്. എനിക്ക് വേണ്ടി, എൻ്റെ ഹരിയേട്ടന് വേണ്ടി, അവൾ അപേക്ഷിച്ചു. നിർവൃകാതയോടെ അവളൊന്ന് മൂളി. കൃഷ്ണ ചെല്ലുമ്പോൾ പുറത്തേക്ക് ചാരുകസേരയിലിരിക്കുകയായിരുന്നു വീന്ദ്രൻ. അടുത്ത സതീശനും ഇറപ്പുണ്ട്. സഹോദര സ്നേഹത്തിന് ഉത്തമ ഉദാഹരണം ആണ് രണ്ടുപേരുമെന്ന് അവൾക്ക് തോന്നാറുണ്ട്. ഒരേ മനസ്സും രണ്ട് ശരീരവും. ചേട്ടനും അനിയനും എന്നതുപരി ഏറ്റവും അടുത്ത കൂട്ടുകാരെ പോലെയാണ് ഇരുവരും പെരുമാറുക. ആത്മാവിൽ തൊട്ട ബന്ധം. കൃഷ്ണയെ കണ്ടതും അവൾ അരികിലേക്ക് വിളിപ്പിച്ചു. അവൾ ചെന്ന് അടുത്തായിരുന്നു. അല്പം പഠിച്ചിട്ടാണെങ്കിലും അവൾ വന്ന കാര്യം അവതരിപ്പിച്ചു. മീനാക്ഷി ഹരിയെ പ്രണയിക്കുന്നു എന്ന സത്യം അവരിലും അത്ഭുതം ഉളവാക്കി. അച്ഛ, മീനാക്ഷി സ്നേഹിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്? ശരിയാണ്, പക്ഷെ അയാളൊന്ന് നിർത്തി. ഇങ്ങനെയൊരു ഇഷ്ടമുള്ള കാര്യം മീനാക്ഷി നമ്മോട് സൂചിപ്പിച്ചതുപോലുമില്ലല്ലോ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നടത്താമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാ? അയാൾ ആശങ്കയോടെ പറഞ്ഞു. അച്ഛൻ അവരോടൊന്ന് സംസാരിച്ചു നോക്ക്, കൃഷ്ണ പറഞ്ഞു. കുട്ടികളുടെ മനസ്സും ഇഷ്ടവും അറിയാതെ മാതാപിതാക്കൾ ചില തീരുമാനമെടുക്കും. മക്കളുടെ നല്ല ജീവിതത്തെ കരുതിയാകും അങ്ങനെ ചെയ്യുക. അവരുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല. ഓരോ മാതാപിതാക്കളും മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരാണ്. അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കുട്ടികളുടെ മനസ്സും കൂടി കാണാൻ ശ്രമിക്കേണ്ടതായിരുന്നു, രവീന്ദ്രൻ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. സതീശൻ അയാളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. സദാനന്ദൻ്റെ പ്രതികരണം എങ്ങനെയാകുമെന്ന് അറിയാതെ പ്രയാസപ്പെട്ടാണ് രവീന്ദ്രൻ അയാളെ ഫോണിൽ വിളിച്ചത്. എന്നാൽ സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം അയാളുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞിരുന്നു. എന്താ അച്ഛാ പറഞ്ഞത്? അവൾ ചോദിച്ചു. അവർക്ക് കുഴപ്പമില്ല, കാര്യങ്ങളുടെ കിളപ്പറിഞ്ഞപ്പോൾ. ചെമ്പകശ്ശേരിയിൽ നിന്നൊരു കുട്ടിയെ വേണമെന്ന് ഓർക്കുള്ളൂ. അത് മീനാക്ഷി തന്നെ ആകണമെന്ന് നിർബന്ധമില്ലെന്നാ പറഞ്ഞു. അതായത് ഇവിടെ നിന്നും മറ്റൊരു കുട്ടിയെ നോക്കാമെന്നല്ലേ? സതീശൻ ചോദിച്ചു. അതെ, നമ്മൾ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് അവരും താല്പര്യപ്പെട്ടു നിൽക്കുക. ഇനി എന്തായാലും കുടുംബത്തിലെ എല്ലാവരുമായി കൂടി ആലോചിച്ചു എല്ലാവരുടെയും പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയും മാത്രമേ ഒരു കല്യാണക്കാരൻ തീരുമാനിക്കുള്ളൂ. അതാ ഏട്ടൻ നല്ലത്. നമ്മുടെ ഇഷ്ടങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കണ്ട. അവരുടെ മനസ്സറിഞ്ഞു മതിയല്ല, സതീശൻ പറഞ്ഞു. രാധാകൃഷ്ണനെ വിളിച്ചു ഇക്കാര്യമെന്ന് അറിയിക്കണം. രവീന്ദ്രൻ അയാളെ ഫോണിൽ വിളിച്ചു. ആദ്യം കുറച്ച് പരിഭവം ഉണ്ടായിരുന്നെങ്കിലും അവരും സമ്മതം അറിയിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ചെമ്പകശ്ശേരി കല്യാണ തിരക്കുകളിലേക്ക് എത്തി. എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു, പ്രത്യേകിച്ച് മീനാക്ഷി. കല്യാണം ഉറപ്പിച്ചതിന് പിന്നാലെ ഹരിയും മീനാക്ഷിയും കൂടുതൽ അടുത്തു. മിക്ക സമയങ്ങളിലും ഫോൺ വിളിയും സംസാരവുമായി അവർ തിരക്കിലായി. അവർക്കിടയിലുള്ള കട്ടുറുമ്പാകാതെ ഇരിക്കാൻ കൃഷ്ണ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹരി അവളെ പഴയതുപോലെ തന്നെ ചേർത്തു നിർത്തി. തൻ്റെ ഉള്ളിലുള്ള വികാരക്ഷമങ്ങളെ കൃഷ്ണ നിയന്ത്രിച്ചു. ഇത്രയും നാൾ കരുതി വെച്ച സ്നേഹം മീനാക്ഷി ഹരിക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ ഹരിയുടെ കൈകൾ കോർത്തി പിടിച്ചു. കുട്ടികളെപ്പോലെ വിശേഷം പറയുന്ന മീനാക്ഷിയും അതെല്ലാം മത്സരത്തോടെ കേട്ടിരിക്കുന്ന മറുപടി പറയുന്ന ഹരിയും അവൾക്കൊരു അത്ഭുതമായിരുന്നു. പ്രണയത്തിൻ്റെ മറ്റൊരു മുഖഭാവം. അതെ, ഇതായിരുന്നു ചേരേണ്ടത്. ഹരിയേട്ടൻ്റെ നല്ല പാതി മീനു ചേച്ചി തന്നെയാണ്. ഞാൻ ഇത്രയും നാൾ മീനുവിനെ മനസ്സിലാക്കാതെ പോയല്ലോ, ഒരു ദിവസം ഹരി കൃഷ്ണയോട് പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. എനിക്കിപ്പോഴാ കൃഷ്ണ ഒരു കാര്യം മനസ്സിലായത്.
നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നമ്മളെ സ്നേഹിക്കുന്നവർക്കാണ്. അതെനിക്ക് മീനും ബോധ്യമാക്കി തന്നു. ഞാൻ ഒരിക്കൽ കരുതിയിരുന്നു എനിക്ക് നിന്നോട് പ്രണയമാണെന്ന്. എന്നാൽ അതൊരു ഇൻഫാക്ഷൻ മാത്രമായിരുന്നു, ഒരാകർഷണീയത മാത്രം. പക്ഷേ മീനുവിനോട് എനിക്കിപ്പോൾ തോന്നുന്നത് പ്രണയവും. ഹരി ചിരിച്ചു. അവൻ പറഞ്ഞത് സത്യമാണെന്ന് കൃഷ്ണക്കും തോന്നി. ഒരു ഇൻഫാക്ഷൻ, അതിനപ്പുറമായൊന്നും തനിക്കും ഹരിയേട്ടനുണ്ടായിരുന്നില്ലെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. എത്ര സർപ്രൈസ് നിറഞ്ഞ ലൈഫ് ആണല്ലേ നമ്മുടേത്. നമ്മൾ അറിയാതെയും പറയാതെയും പോകുന്ന ചില ഇഷ്ടങ്ങൾ. ഹരി ചോദിച്ചു. നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും ചേരേണ്ടവർ തമ്മിലല്ലേ ഹരിയേട്ട ചേരുകയുള്ളൂ. നമ്മളുടെ ഇഷ്ടത്തിന് മുകളിലായി ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാക്കണമല്ലോ. അവിടുന്ന് തീരുമാനിക്കും ആർക്കുള്ളതാണെന്ന്. നീ ഇപ്പോൾ തത്വം പറയാൻ തുടങ്ങിയോ? നോക്കിക്കോ. അവളിൽ ചിരിയോടെ ഹരി അവളെ നോക്കി. നോക്കിക്കോ കൃഷ്ണേ, നിന്റെ ലൈഫിലും സർപ്രൈസ് തരാൻ ഒരാൾ വരും. മീനാക്ഷി എന്നെ സ്നേഹിച്ച പോലെ നിനക്ക് വേണ്ടി ഒരാൾ. എന്തുകൊണ്ടോ അവൾക്കൊരു നിമിഷം അഭിമന്യുവിനെ ഓർമ്മ വന്നു. സത്യമാണെന്നറിഞ്ഞിട്ടും തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരിഷ്ടം. ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയി. ബുക്സ് എടുത്ത് എന്തൊക്കെയോ കുത്തിക്കുറിച്ചു കൊണ്ടിരുന്നു. പഴയ ഓർമ്മകളിലൂടെ വീണ്ടും ഒരു തിരിഞ്ഞു നോട്ടം. ഓരോ പേജും വീണ്ടും വായിച്ചു തീർത്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എഴുതി തീർത്ത വരികൾ വായിച്ചു. ഒരു പേനയെടുത്തു. അവൾ അവസാന പേജിൽ കുറിച്ചു. ഗാഢമായി നിന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർത്തവൾ, അത്രമേൽ നിന്നെ പ്രണയിക്കുന്നവൾ, ഈശ്വരൻ നിനക്കായി കൂട്ടിയിണക്കിയവൾ, ഹരിയേട്ടൻ്റെ സ്വന്തം മീനു ചേച്ചി. ബുക്ക് അടച്ചു വെച്ചു. അവൾ എഴുന്നേറ്റു. മീനു ചേച്ചിയുടെ സ്വന്തമായ ഹരിയേട്ടനെ തൻ്റെ മനസ്സിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പിറ്റേന്ന് പകൽ സമയത്ത് ജോലികൾ ഒതുക്കി പഠിക്കാനായി തൻ്റെ മുറിയിൽ കയറിയ കൃഷ്ണ ഞെട്ടിപ്പോയി. തൻ്റെ ബുക്സ് എല്ലാം സ്ഥാനം കെട്ടിക്കിടക്കുന്നു. താൻ ഇല്ലാത്ത നേരത്ത് ആരോ മുറിയിൽ വന്നിട്ടുണ്ട്. ഹരിയേട്ടനെക്കുറിച്ചു താൻ എഴുതിയതെല്ലാം മറ്റാരുടെയെങ്കിലും കണ്ണിൽ പെടുമോ എന്നവൾക്ക് പേടി തോന്നി. എത്രയും വേഗം അവ നശിപ്പിച്ചു കളയണം എന്നവൾ കരുതി. ഇവിടെ വെച്ച് എന്തായാലും നടക്കണ ധൈര്യമായി. ആരെങ്കിലും കണ്ടാൽ അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കും. എന്ത് ചെയ്യണം എന്നവൾ തലപുകഞ്ഞ് ആലോചിച്ചു. വൈകിട്ട് അമ്പലത്തിൽ പോകാമെന്ന് എല്ലാവരോടും കള്ളം പറഞ്ഞു. അവൾ ബുക്സ് എടുത്ത് ധാവണിത്തുമ്പിൽ മറിച്ചു തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി വയലു കിടന്നു തൻ്റെ ചെറിയ വീട് ലക്ഷ്യമാക്കി കൃഷ്ണ നടന്നു. ഇതേ സമയം കൂട്ടുകാരുമായി റോഡിനരികിലായിരുന്നു മദ്യസേവ നടത്തുകയായിരുന്നു ശ്രീജിത്ത്. എടാ ശ്രീജിത്തെ, നിന്റെ മറ്റേ പെണ്ണ് അവൾ വീട്ടിൽ വന്നിട്ടുണ്ട്, അവൻ്റെ കൂട്ടുകാരൻ വന്നു പറഞ്ഞു. ആര്? വേണിയോ? ആ, അവൾ തന്നെ. വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോണത് കണ്ടു. ഈ നേരത്തെന്താ അവൾ വന്നത്? ശ്രീജിത്ത് ദുഃഖത്തിൽ എഴുന്നേറ്റു. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാൻ. അവൻ മനസ്സിൽ പലതും കണക്ക് കൂട്ടി അവളുടെ വീട്ടിലേക്ക് നടന്നു. അവൻ ചെല്ലുമ്പോൾ കൃഷ്ണ മുറിയിലുണ്ട്. ശബ്ദം ഉണ്ടാക്കാതെ അവൻ അകത്തു കയറി കതവ് കുറ്റിയിട്ടു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ കൃഷ്ണ നടുങ്ങിപ്പോയി. ചുമന്ന് കലങ്ങിയ കണ്ണുകളോടെ തൻ്റെ നേർക്ക് നടന്നെടുക്കുന്ന അവനെ അയാൾ പേടിയോടെ നോക്കി. പിന്നിലേക്ക് ചൂടുവെച്ചവൻ ഭിത്തിയിൽ തട്ടി നിന്നു. ഒന്ന് ശബ്ദമുണ്ടാക്കാൻ പോലുമാകാതെ അവളുടെ തൊണ്ട വരണ്ടുണങ്ങി. പുറത്തൊരു വണ്ടി നിന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടു. പിന്നാലെ കഥകിൽ ആരോ മുട്ടുകയും ചെയ്തു. എൻ്റെ കൂടെയുള്ളവരാ, നിന്നെ കാണാൻ വന്നതാണ്, വൃത്തികെട്ട ചിരിയോടെ അവൻ പറഞ്ഞു. അവളെയൊന്ന് ചൂഴ്ന്നു നോക്കി കഥക് തുറന്നതും ശ്രീജിത്തിൻ്റെ മുഖം വിളറി വെളുത്തു. പേടിച്ചിരണ്ട കണ്ണുകളോടെ പുറത്തു നിൽക്കുന്ന ആളെ കൃഷ്ണ നോക്കി. അഭിമന്യു. അവളുടെ മനസ്സിൽ പൊടുന്നവ ആശ്വാസത്തിൻ്റെ പേമാരി പെയ്തിറങ്ങി. അവൾ അവനെ നോക്കി നിന്നു. നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലടാ എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ വരരുതെന്ന്. ശ്രീജിത്തിൻ്റെ ഷർട്ടിൽ കോളറിൽ പിടിച്ചുകൊണ്ട് അഭിമന്യു ഗർജിച്ചു.